IPL മെഗാലേലം ഇങ്ങടുത്തെത്തി. നവംബർ 24-25 തീയതികളിൽ സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് ലേലം നടത്തുന്നത്. സാധാരണ ലേലത്തിൽ നിന്ന് വ്യത്യസ്തമാണ് മെഗാലേലം. 3 വർഷം കൂടുമ്പോൾ മാത്രമാണ് മെഗാലേലം നടത്തുന്നത്. മിനി ലേലം എല്ലാ വർഷവും നടത്താറുമുണ്ട്. ലേലങ്ങൾക്ക് മുൻപ് പരമാവധി കളിക്കാരെ ടീമുകൾക്ക് നിലനിർത്താൻ സാധിക്കും. എന്നാൽ ഇത്തവണത്തെ മെഗാലേലത്തിന് മുൻപ് പരമാവധി 6 കളിക്കാരെ മാത്രമാണ് ഓരോ ടീമിനും നിലനിർത്താൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ പല ടീമുകളിലും വലിയ തോതിൽ അഴിച്ചുപണി വരുന്നത് മെഗാലേലത്തിലൂടെയാണ്. ഇത്തവണത്തെ മെഗാലേലത്തിന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 1574 കളിക്കാരാണ്. ടീമുകളുടെ താല്പര്യം അനുസരിച്ച് ഈ പട്ടിക ഇനിയും വെട്ടിച്ചുരുക്കുകയും ചെയ്യും. ഋഷഭ് പന്ത്, KL രാഹുൽ, ശ്രേയസ് അയ്യർ, അശ്വിൻ, മുഹമ്മദ് ഷമി, മുഹമ്മദ് സിറാജ് തുടങ്ങിയ ഇന്ത്യൻ സൂപ്പർ താരങ്ങൾ ഇക്കുറി ലേലത്തിലുണ്ട്. ഇഷാൻ കിഷൻ, യുസേന്ദ്ര ചഹൽ, അർഷദീപ് സിംഗ് തുടങ്ങിയവരും എത്തും. ജോസ് ബട്ട്ലർ, മിച്ചൽ സ്റ്റാർക്ക്, ഗ്ലെൻ മാക്സ്വെൽ, ഫാഫ് ഡു പ്ലെസിസ്, ഡേവിഡ് മില്ലർ, രജിൻ രവീന്ദ്ര, ഡേവിഡ് വാർണർ തുടങ്ങിയ വിദേശ സൂപ്പർ താരങ്ങളും പുതിയ ടീമുകളെ തേടുന്നു. 120 കോടി രൂപയാണ് ഓരോ ടീമിനും ഇത്തവണ മെഗാലേലത്തിൽ ചെലവാക്കാൻ സാധിക്കുക. എന്നാൽ കളിക്കാരെ നിലനിർത്തുമ്പോൾ ഇതിൽ നിന്ന് തുക കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ 2 പേരെ മാത്രം നിലനിർത്തിയ പഞ്ചാബ് കിങ്സിന്റെ പക്കലാണ് ലേലത്തിൽ ചെലവാക്കാൻ ഏറ്റവും കൂടുതൽ പണമുള്ളത്. അതായത് 110.5 കോടി രൂപ. 6 കളിക്കാരെ നിലനിർത്തിയത് കാരണം 41 കോടി മാത്രം കയ്യിലുള്ള രാജസ്ഥാൻ റോയൽസ് ആണ് ഏറ്റവും പിന്നിൽ. 10 ടീമുകളാണ് IPL-ലുള്ളത്. ഓരോരുത്തർക്കും 18 മുതൽ 25 കളിക്കാരെ വരെ ടീമിൽ ഉൾപ്പെടുത്താം. ഇതിൽ വിദേശ താരങ്ങൾ 8 പേരെ പാടുള്ളൂ. നിലനിർത്താത്ത താരങ്ങളെയും ലേലത്തിൽ റൈറ്റ് ടു മാച്ച് സൗകര്യം ഉപയോഗിച്ച് തിരിച്ചു വാങ്ങാനും ടീമുകൾക്ക് അവസരമുണ്ട്. എന്നാൽ അയാൾക്ക് ലേലത്തിൽ പരമാവധി ലഭിച്ച വില തന്നെ ടീം നൽകേണ്ടി വരും. ഇനി കാത്തിരിക്കാം. കണക്കിലെ കളികൾ ഒരു വശത്ത് നടക്കട്ടെ. ലേലപ്പുരയ്ക്ക് തീ പിടിക്കുമ്പോൾ IPL ടീമുകളുടെ രൂപവും ഭാവവും എല്ലാം മാറാൻ പോകുകയാണ്. പ്രിയ താരങ്ങൾക്കൊപ്പം ടീം ലോയൽറ്റികളും മാറി മറിയുന്ന കാലമാണിനി.